ആശ്വാസധാര അതിൻ്റെ യാത്ര തുടരുകയാണ്. നമ്മളോടൊപ്പം പതിവ് പോലെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യമാർ ജോസ് പുളിക്കൽ പിതാവേ സ്വാഗതം. ഒരു വാട്സാപ്പ് സന്ദേശമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ഞാൻ ആലപ്പുഴ സ്വദേശിനിയാണ്. ചങ്ങനാശ്ശേരിയാണ് അതിരൂപത. വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമാണ്. ഭർത്താവിൻ്റെ ജോലി തിരുവനന്തപുരത്തായതിനാൽ താമസവും അവിടെ തന്നെ. ഇന്ന് ബൈബിൾ വായിച്ചപ്പോഴുണ്ടായ ഒരു സംശയമാണ് ഈ സന്ദേശം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. സംശയത്തിന് നിദാനമായ ബൈബിൾ വചനം ഇതാണ്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇവിടെ എൻ്റെ മനസ്സിലുണ്ടായ സംശയം ഇതാണ്: അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ ഇടവരുന്നത്? നാം ചെയ്യുന്നതിനു വേണ്ടി ദൈവം നമുക്കായി മുൻകൂട്ടി സൽപ്രവർത്തികൾ ഒരുക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ ദുഷ്പ്രവർത്തികൾക്ക് അടിമപ്പെടേണ്ട കാര്യമില്ലല്ലോ. ദയവായി ഇതൊന്ന് വിശദീകരിച്ച് തന്നാലും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള മറ്റൊരു സംശയമാണത്. അതൊരു വോയിസ് മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സംശയം ആയതുകൊണ്ടാണ് ഇതോടെ ഞാൻ വായിക്കുന്നത്. ഈ പരാജയങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ അത് തലവരെയാണ് എന്ന് പറയാറുണ്ട്. ദൈവവിധിയും തലവരെയാണെന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുമുണ്ട്. വിധിയാണെങ്കിൽ അതിനെ മാറ്റാൻ കഴിയുമോ? പ്രാർത്ഥിച്ചിട്ടും ചികിത്സിച്ചിട്ടുമൊക്കെ എന്ത് കാര്യം? ഇതാണ് 2 ചോദ്യങ്ങൾ. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ദൈവവചനത്തെ ആസ്പദമാക്കിയാണ് ആദ്യം ആ സഹോദരി ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ കരവേലയാണ്, സൽപ്രവർത്തികൾക്ക് വേണ്ടി നിയുക്തരാണ് നമ്മളെന്ന അപ്പസ്തോലൻ്റെ ആ ഒരു വചന സന്ദേശം. അത് ദൈവം സൽപ്രവർത്തികൾക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചതാണെങ്കിൽ എങ്ങനെ പിന്നെ ദുഷ്പ്രവർത്തികൾക്ക് നമ്മൾ അടിമപ്പെടും? ദൈവത്തിൻ്റെ തീരുമാനമല്ലേ അത്? രണ്ടാമത്തെ ചോദ്യം അതിലേക്ക് എത്തുന്നതാണ്. ഒരാൾക്കുണ്ടാകുന്ന സഹനവും വേദനകളും കഷ്ടപ്പാടും ദൈവത്തിൻ്റെ വിധിയാണെങ്കിൽ പിന്നെ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ചിട്ടോ ചികിത്സിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അതൊരു കുറവായിട്ട് തന്നെ അവശേഷിക്കും, അവിടെ എത്തിപ്പെടുകയുള്ളൂ എന്ന ഒരു പ്രതിസന്ധിയാണ്. വാസ്തവത്തിലൊരു പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് ഇത് എത്തുന്നത്. നമ്മളൊക്കെ മുൻകൂട്ടി വിധി വിധിക്കപ്പെട്ടവരാണ്. അതിനപ്പുറത്ത് പിന്നെ ഒന്നുമില്ല. ദൈവം അങ്ങനെ നമ്മളെ വിധിച്ചിരിക്കുകയാണ്. തലേവര എന്നൊരാശയം ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ചൊന്ന് ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ ബൈബിൾ അധിഷ്ഠിതമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ ഇതിന്? സത്യത്തിൽ മുൻവിധി അല്ലെങ്കിൽ ഒരു പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ അടിസ്ഥാനമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നന്മ ചെയ്ത് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയുടെ തന്നെ ലക്ഷ്യം അതാണ്. ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൽ എത്തിച്ചേരുക. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. മനുഷ്യനെക്കുറിച്ചുള്ള സൃഷ്ടിയിൽ തന്നെയുള്ള ഹിതമാണത്. ജെറമിയ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനമൊക്കെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ടല്ലോ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി ഏറ്റവും ശുഭകരവും അനുഗ്രഹീതവുമായ ഒരു പദ്ധതിയാണ്. അതാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വിഭാവനം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റവും അനുഗ്രഹീതമാണ് അവനെക്കുറിച്ചുള്ളത്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ തിന്മ ചെയ്യുന്നു? എഫേസോസ് ലേഖനത്തിലും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശോ മിശിഹായിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിട്ട് ജീവിക്കാൻ, കൃപയിൽ നിറഞ്ഞ് ജീവിക്കാൻ, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, സൽപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞ ജീവിതം നയിക്കാനായിട്ട്. അത് ദൈവത്തിൻ്റെ കരവേലയായ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതാണ് അപ്പസ്തോലൻ പറയുന്നത് ഇവിടെ ഈ വാക്യത്തിൽ. പിന്നെ എങ്ങനെ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് തിന്മകൾ വരുന്നു? ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യക്തമായ പ്രകാശനമാണ് മനുഷ്യനെ ദൈവം സ്വതന്ത്രയായിട്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ചിന്തകളിലും നമ്മുടെ സ്നേഹത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. അതിനകത്തൊരു സ്വാർത്ഥമുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ഒരാൾ പ്രവർത്തിക്കണം, ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, പറയുന്ന പോലെ ആയിരിക്കണം എന്നൊക്കെയുള്ള ശാഠ്യങ്ങൾ വരും. അത് സ്വാർത്ഥമാണ്. പക്ഷെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് പാപം ചെയ്ത് ദൈവത്തെ തിരസ്കരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. അതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത്. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടാത്ത, ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം, സ്നേഹനിരാസം, ദൈവനിഷേധം, സ്വാർത്ഥം, അത് അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ പോലും അയാൾ മനസ്സറിഞ്ഞാൽ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ അതുല്യനാക്കുന്നതും മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അയാൾ നന്മ ചെയ്യുമ്പോഴാണ് അത് നന്മയായി മാറുന്നത്. ഒരു റോബോട്ട്, ഫോർ എക്സാമ്പിൾ, റോബോട്ടിനെ നമ്മൾ ആരും ഒരു നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അഭിനന്ദിക്കാറില്ല. യുദ്ധത്തിന് റോബോട്ട്സിനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സംസാരിക്കുന്ന റോബോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോബോട്ട്സ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിനെ അഭിനന്ദിക്കുകയില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇച്ഛാശക്തിയുള്ള, സ്വതന്ത്ര തീരുമാനമുള്ള, ബുദ്ധിയുള്ള ഒരു മനുഷ്യനുണ്ട്, അല്ലെ മനുഷ്യരുണ്ട്, അവരെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. മനുഷ്യൻ കേവലം റോബോട്ടുകളായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു വിലയില്ല, ആരുടെ മുമ്പിൽ വിലയില്ല, നമുക്ക് പുണ്യവും ഇല്ല, ദോഷവും ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം മനുഷ്യൻ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ടാണെങ്കിൽ അയാൾ തിന്മയ്ക്ക് അടിമപ്പെടുന്നു, അയാൾ പാപം ചെയ്യുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ദൈവ പദ്ധതിക്ക് എതിരുമാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്കും എതിരാണത്. ഈ തലവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടം പിടിച്ചൊരു ചിന്തയാണ്. മറ്റു ചില മതവിശ്വാസങ്ങൾക്കകത്തൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ ക്രൈസ്തവ ദർശനത്തിൽ തലവര, വിധി, ദൈവവിധി അങ്ങനെയൊന്നും പറയുന്ന വാക്കുകൾ പോലും ശരിയല്ല. പലപ്പോഴും ഈ വിധി എന്ന് പറയുന്ന വിധിക്ക് മുമ്പിൽ മനുഷ്യൻ വെറും ഉപകരണങ്ങളായിട്ട് മാത്രം മാറുന്നു. ഇപ്പം ചരിത്ര പ്രസിദ്ധമായ ഒരു നമ്മുടെ ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന നാടകമുണ്ട്. അതാണ് വിധിയുടെ ഈ അലംഘ്യമായ വിധിയുടെ ഒരു വലിയ അടയാളമായിട്ട് പലപ്പോഴും പറയുന്ന ഒരു നാടകം. അതിൽ നിന്ന് വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വിധി ഏറ്റവും അവസാനം മനുഷ്യനെ പിടികൂടുക തന്നെയാണ് ചെയ്യുന്നത്. അത് ലോകത്തിലുള്ള പല മനുഷ്യരും ഇത്തരത്തിലുള്ള ഈ ഒരു വിധി സങ്കല്പത്തെ ഭയപ്പെടുന്നവരോ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവരോ ആണ്. മനുഷ്യൻ്റെ ചിന്താധാരയിലൂടെ ഈ വിധിയുടെ ഭയം പലപ്പോഴും കടന്നു വന്നവനെ ഗ്രസിക്കുന്നുണ്ട്. കാരണം അത് കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾ ചിന്തിക്കുകയും ഒരു അന്ധവിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുക. വാസ്തവത്തിൽ മനുഷ്യന് അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവഹിതത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അയാൾ നന്മയ്ക്കോ തിന്മയ്ക്കോ കാരണമായി തീരുന്നത്. അപ്പോൾ അവൻ്റെ വിധി അവൻ തന്നെയാണ് നിർണ്ണയിക്കുന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ സ്വർഗം നിശ്ചയിക്കുന്നത്, ഞാൻ തന്നെയാണ് എൻ്റെ നരകവും നിശ്ചയിക്കുന്നത്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്നുള്ള കവിവാക്യം അത് പ്രസിദ്ധമാണ്, സത്യവുമാണത്. എനിക്ക് സ്വർഗം പണിയുന്നതും എനിക്ക് നരകം പണിയുന്നതും ഞാൻ തന്നെയാണ്. അത് നമ്മൾ മറ്റുള്ളവരെ പഴിക്കും, വിധിയെ പഴിക്കും, ദൈവത്തെ പഴിക്കും, ദൈവത്തെ ശപിക്കുകയൊക്കെ ചെയ്യും. വാസ്തവത്തിൽ ഈ ദൈവം തന്നെ മനസ്സ് മാറ്റുന്ന സന്ദർഭങ്ങൾ നമ്മൾ വേദഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് നിനിവയിലെ സംഭവം, നിനിവയിലേക്ക് പോകുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തെ, യോനായുടെ ജീവിതത്തെ ദൈവം ഉപകരണമാക്കുകയാണ്. അപ്പം നിനിവയിലെ ആളുകൾ ദൈവത്തെ എതിർത്ത് പാപം ചെയ്ത് തിന്മയിൽ മുഴുകി ജീവിച്ചപ്പോൾ ദൈവം നിനിവയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവരെ രക്ഷിച്ചെടുക്കാൻ ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം ഒരാളെ നിയമിക്കുന്നു, യോനായെ നിയമിക്കുന്നു. യോന മടിച്ചും ബുദ്ധിമുട്ടിയും ഒക്കെ പോകാൻ സമ്മതിക്കുന്നില്ല, മറുവഴിക്ക് പോകുന്നു. പിന്നെ അവിടെ കഥ അങ്ങനെ ചരിത്രം അങ്ങനെ നീങ്ങുകയാണ്. അപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഒക്കെ കടന്നു ചെന്ന അവസാനം നിനിവയിൽ തന്നെ കൊണ്ട് ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് ഉത്തരം കൊടുക്കാൻ പാകത്തിൽ ദൈവം ആ മനുഷ്യനെ നിർബന്ധിച്ച് അവിടെ എത്തിക്കുന്നു. അതിനകത്ത് ഒരു കാര്യം കൂടി ചേർത്ത് നമ്മൾ വായിക്കണം. മനുഷ്യനെ അവൻ്റെ ദൗത്യം ദൈവഹിതാനുസരണം നിർവഹിക്കാൻ വേണ്ടി ദൈവം നിർബന്ധിക്കാറുണ്ട്, പ്രചോദനം കൊടുക്കാറുണ്ടെന്നൊരു സൂചന ഇതിനകത്തുണ്ട്. അപ്പം യോന ഒരു പരിധിവരെ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ പോലും ദൈവം സ്നേഹപൂർവ്വം യോനായെ തൻ്റെ ഉപകരണമാക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അത് വിധിയല്ല, ദൈവത്തിൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധമാണ്. അവിടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ ചെയ്യാമായിരുന്നു, ദൈവം അങ്ങനെ ചെയ്യല്ല, മനുഷ്യനിലൂടെ പ്രവർത്തിക്കുക ചെയ്യുന്നത്, ആ മനുഷ്യൻ്റെ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുക ചെയ്യുന്നത്. മാത്രമല്ല അവിടെ ചെന്നിട്ട് യോന ദൈവം ആവശ്യപ്പെട്ട പ്രകാരം വചനം പ്രഘോഷിച്ചു. നശിക്കാൻ പോകുന്നു, അനുദപിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം നശിക്കും, എല്ലാം ഇല്ലെന്നാവും, ദൈവം ശിക്ഷിക്കും എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവർ മനസ്സാന്തരപ്പെടുകയാണ്. വചനം പറയും ദൈവം മനസ്സ് മാറ്റി അവരെ ശിക്ഷിച്ചില്ല, അവരെ ദൈവം അവരുടെ പശ്ചാത്താപം കണ്ടിട്ട് രക്ഷിച്ചു. അപ്പം ദൈവം മനസ്സ് മാറ്റുന്നത് മനുഷ്യൻ്റെ സഹകരണം കൊണ്ടാണ്.
അപ്പോൾ ദൈവത്തിന് അങ്ങനെ അപ്പോൾ മനസ്സ് മാറ്റുക, ദൈവം എല്ലാം അറിയുന്നില്ലേ? അതാണ് അടുത്ത ചോദ്യം. ദൈവം എല്ലാം അറിയുന്നവനല്ലേ? അപ്പോൾ ദൈവത്തിന് അറിയത്തില്ല ഒരാൾ എങ്ങനെയായിത്തീരും, എങ്ങനെ എത്തിച്ചേരും, എവിടെ എത്തും, അവൻ നശിക്കുമോ ഇല്ലെന്നാകുമോ? ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ വില്ല്, നോളജ് ആൻഡ് വിൽ. അറിവും ആഗ്രഹവും, ഇത് രണ്ടും രണ്ടാണ്. രണ്ട് ഫാക്കൽറ്റീസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ആഗ്രഹമുണ്ട്. മനുഷ്യരെല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം, എല്ലാവരും നന്മ ചെയ്തുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തിൽ എത്തിച്ചേരണം. അങ്ങനെ ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. അതാണ് ദൈവരാജ്യം ഇവിടെ തന്നെ ഉണ്ടെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈശോ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ ആരംഭിച്ച നിത്യതയിൽ പൂർണ്ണതയിൽ എത്താൻ വേണ്ടി. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് ഇവിടെ തന്നെ ഞാൻ സഹകരിക്കണം. ആ ദൈവത്തിൻ്റെ ആഗ്രഹമാണത്. പക്ഷെ ദൈവം അറിയുന്നുണ്ട് ഇയാൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്ന് ദൈവത്തിന് അറിയാം. കാരണം ദൈവം എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ദൈവത്തിന് അറിവുള്ളത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രയോജനമൊന്നുമില്ല. നമ്മളെന്നെ ദൈവോധിയല്ലേ, തലവരെയല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ചികിത്സിച്ചിട്ടും കാര്യമില്ല, പഠിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് എത്രയോ അപകടകരമാണ്. ദൈവം എൻ്റെ സഹകരണത്തോടു കൂടി തന്നെയാണ് എന്നെ രക്ഷിക്കാനും എന്നെ വളർത്താനും എന്നെ ഉയർത്താനും എല്ലാം ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് പലപ്പോഴും ഒരുപാട് മുൻവിധികളുണ്ട്. ഈ മുൻവിധികളുടെ വേറൊരു രൂപം തന്നെയാണ് വിധി എന്ന് പറയുന്ന സങ്കല്പം തന്നെ. പലപ്പോഴും മനുഷ്യൻ ഇത്തരം മുൻവിധികൾ, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വിധികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഒരു ക്രൈസ്തവ ദർശനം, നമ്മുടെ ഒരു ദൈവശാസ്ത്ര ദർശനം പ്രകാരം ഒരിക്കലും ഈ മുൻവിധി ഉണ്ടാവാനായിട്ട് പാടില്ല, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വിധി പ്രസ്താവനകൾ പാടില്ല എന്ന് ബൈബിൾ അടിവരയിടുന്ന ഒരു കാര്യമല്ലേ? വളരെ ശരിയാണത്. കാരണം നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ ചിന്തയിൽ നിന്നാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒന്ന് ഞാൻ വിധിയായിട്ട് എഴുതുകയാണ്. ഒരാളെ കാണുമ്പോൾ തന്നെ ഞാനൊരു വിധി എൻ്റെ മനസ്സിൽ കുറിക്കുന്നു. അയാൾ കൊള്ളില്ല, അയാൾ കൊള്ളാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ നമ്മളൊരു കാര്യത്തെ അറിയുന്നതിന് മുൻകൂട്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വഴിയെ തടസ്സപ്പെടുത്തും. കുടുംബങ്ങൾ പോലും അങ്ങനെ തകരുന്നുണ്ട്. ഒരു ജീവിത പങ്കാളിയെക്കുറിച്ച് മുൻവിധിയോടുകൂടി സംസാരിക്കുക, പെരുമാറുക, സംശയിക്കുക, അതൊക്കെ എത്ര കുടുംബങ്ങളെ തകർക്കുന്നു. നിസ്സാരൊരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മൾ വിധി എഴുതി. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടപ്പോൾ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധങ്ങളിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സംശയ പ്രകൃതിയുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അത് കൂടുതലും. ഒരാളെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു കാര്യം കണ്ടപ്പോഴേ വിധിച്ചു കഴിഞ്ഞു, നീ ഇങ്ങനെയാണ്, നീ ശരിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മുൻവിധികൾ മനുഷ്യൻ്റെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്, തകർക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ വിധിക്കരുതെന്ന്. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ വിധിക്കരുതെന്ന് പറയാനുള്ള കാരണം? നമ്മൾ വിധിച്ചു കഴിഞ്ഞാൽ വിധി തെറ്റിപ്പോകും. അതാണ് അടിസ്ഥാനപരമായ കാരണം. എൻ്റെ വിധികൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും ചെയ്യും. അതും അതിലൊരു കാരണമാണ്. വിധിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ദൈവത്തിന് എന്തുകൊണ്ടാണ് മനുഷ്യൻ വിധിക്കരുതെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്തായിരിക്കും? അതിൻ്റെ യുക്തി ഇത് തന്നെയാണ്. മനുഷ്യന് വളരെ പരിമിതമായ ഒരു അറിവും കാഴ്ചയേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരാളെ നോക്കുന്നത് എൻ്റെ പരിമിതമായ കാഴ്ചയുടെ വെളിച്ചത്തിലാണ്, പരിമിതമായ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഒരാളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ അയാളെ വിധിച്ചു കഴിഞ്ഞാൽ ആ വിധി തെറ്റും, ആ വിധി അപൂർണമാണ്, നീതിപൂർവമായിരിക്കില്ല. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ കാണാൻ പറ്റും, മൊത്തത്തിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ ആ വിധി പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ഒരു മുൻവിധികൾ കൊണ്ട് മുറിവേറ്റ മനുഷ്യർ, എൻ്റെ വിധിപ്പിഴവുകൾ കൊണ്ട് മുറിവേറ്റ മനുഷ്യർ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ കരവേലയാണ് മനുഷ്യനെന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റ് ചില ഘടകങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഇപ്പം ഒരാൾ ഒരു തെറ്റിലേക്ക് ചിലപ്പോൾ വീഴുന്നു, ഒരു കൊലപാതകം ചെയ്യുന്നു. അയാളുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൊലപാതകത്തിന് അല്ലെങ്കിൽ മോഷണത്തിൻ്റെ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു നോർമൽ വ്യക്തിയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ചില സംഗതികൾ കൂടി ഈ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഈ കണക്കെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഒരു വ്യക്തിയുടെ പാരമ്പര്യവും അയാൾ വളർന്നു വന്നൊരു ഭൗതിക സാഹചര്യവും ഒക്കെ. വളരെ ശരിയാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലും അയാളുടെ പ്രവർത്തനങ്ങളിലെല്ലാം രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എപ്പോഴും ഉണ്ട്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം ജനിതകമായിട്ട് കൈമാറപ്പെടുന്ന പ്രത്യേകത, ഒരാളെ ഒരുപക്ഷേ അങ്ങനെയുള്ള ബോൺ ക്രിമിനൽസ് ഒക്കെ ഉണ്ട്, റിപ്പർമാരെന്നൊക്കെ പറഞ്ഞ പഴയ കാര്യത്തൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പത്രവാർത്തകളിലൊക്കെ. അവർ മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു പ്രകൃതി തന്നെയുള്ള ബോൺ ക്രിമിനാലിറ്റി അവർക്കുണ്ട്. അവർ ചെയ്യുന്ന ആ പ്രവൃത്തി അവരെ കമ്പല് ചെയ്യുന്നൊരു പ്രവൃത്തിയായിരിക്കും. അതൊരു കുറ്റമാണ്, ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണ് നിയമത്തിന് മുമ്പിൽ. പക്ഷേ അയാൾ ചെയ്ത പ്രവൃത്തിയിൽ എന്തുമാത്രം പാപമുണ്ട് എന്ന കാര്യം ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരു പ്രവൃത്തി പാപമാകണമെങ്കിൽ അതിന് അറിവും സമ്മതവും ആവശ്യമാണ്.
ഒരാളുടെ പ്രവൃത്തിക്ക് അയാളുടെ സമ്മതമോ അറിവോ ഇല്ലാതെയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് മാനസിക രോഗിയായ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവത്തിന് മുമ്പിൽ അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ അയാൾ മാനസിക രോഗി ആയതിൻ്റെ പിന്നിൽ അയാൾ ചെയ്ത ചില തിന്മ പ്രവൃത്തികളുണ്ടെങ്കിൽ അതിന് അയാൾ കുറ്റവാളിയായിരിക്കും. പിന്നീട് അയാൾ ചെയ്യുന്ന പ്രവൃത്തി അയാളുടെ മനസ്സറിവില്ലാതെ ചെയ്യുന്നതാണെങ്കിൽ അയാൾ കുറ്റവാളിയാവില്ല. അബോധാവസ്ഥയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല. അല്ലെ അർത്ഥബോധാവസ്ഥയിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ നമുക്ക് പാപകരമെന്ന് പറയാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കുറ്റവും പാപവും രണ്ടും രണ്ടാണ്. കുറ്റമെന്ന് പറയുന്ന ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ നിയമാനുസൃതം അയാൾ കുറ്റക്കാരനാണ്, അയാൾ പണിഷബിൾ ഒഫൻസ് ആണ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, അത് കുറ്റം. പാപം എന്ന് പറയുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള എൻ്റെ ബന്ധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഒരു ടേം അങ്ങനെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഞാൻ എന്തുമാത്രം കുറ്റക്കാരനാണ് എൻ്റെ പ്രവൃത്തി എന്ന് എനിക്ക് നിശ്ചയിക്കാൻ എളുപ്പമല്ല, വേറൊരാൾക്ക് നിശ്ചയിക്കാൻ ഒട്ടും എളുപ്പമല്ല. ഉദാഹരണത്തിന് ഇപ്പം ഒരു പ്രവൃത്തി തന്നെ, ഒരു മോഷണം, ഉദാഹരണത്തിന് മോഷണം നടത്തുന്ന ഒരു വ്യക്തി, ഒരു കുട്ടി ഒരു കടയിൽ കയറിയിട്ട് ബ്രെഡ് മോഷ്ടിച്ചു എന്ന് കരുതുക. ആ കുട്ടി ബ്രെഡ് മോഷ്ടിച്ചത് ആ കുട്ടിക്ക് വീട്ടിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ, വിശന്ന് വലഞ്ഞൊരവസരത്തിൽ, അത്ര കണ്ട് വിശന്ന് തളർന്ന് വീഴുന്നൊരവസ്ഥയിൽ ബ്രെഡ് കണ്ടപ്പം പെട്ടെന്ന് പോയി എടുത്തു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ അതുപോലെ വേറൊരു വ്യക്തി, കുറെ കൂട്ടുകാർ കൂടി വന്നപ്പോഴത്തേനും ഇടാ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ പോയി ബ്രെഡ് മോഷ്ടിച്ചു. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ വ്യക്തി ചെയ്തത് പാപമാകണമെന്ന് പോലും പറയാൻ പറ്റുകയില്ല. മറ്റോട് ചെയ്തത് തീർച്ചയായിട്ടും ഗൗരവമായ ഒരു തെറ്റാണല്ലോ. അപ്പോൾ ഇത് തമ്മിൽ ഒരു പ്രവൃത്തി രണ്ട് വ്യക്തികൾ ചെയ്യുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നു, അതിൻ്റെ ഗൗരവം നിർണ്ണയിക്കുന്നു. അപ്പോൾ നമുക്കൊരിക്കലും ഒരു പ്രവൃത്തി മാത്രം എടുത്തുകൊണ്ട് എന്തുമാത്രം അത് കുറ്റകരമാണ്, എന്തുമാത്രം പാപകരമാണ്, കുറ്റകരമായിരിക്കും, എന്തുമാത്രം പാപകരമാണ് ദൈവത്തിന് മുമ്പിലെന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ സഹകരണം, അയാളുടെ പങ്കാളിത്തം ഒരു പ്രവൃത്തിയെ നന്മയോ തിന്മയോ ആക്കാനായിട്ട് ഇടയാകും. അപ്പോൾ ദൈവത്തോട് ചേർന്നുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കാണ് അവാർഡുള്ളത്, അല്ലെ റിവാർഡുള്ളത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല എന്ന സെന്റ് അഗസ്റ്റിൻ്റെ ഒക്കെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എന്നെ സൃഷ്ടിക്കാനായിട്ട് എന്നെ ആവശ്യമില്ലായിരുന്നു, എന്നെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ രക്ഷ കൂടാതെ, എൻ്റെ സഹകരണം കൂടാതെ ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കത്തില്ല. കാരണം ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നു, എൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം ബഹുമാനിക്കുന്നു. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരു വിധി എന്ന ആശയം, ഇവിടെ സഹോദരി സൂചിപ്പിച്ച ഈ സൽപ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ഞാൻ അതിനോട് ദൈവഹിതത്തോട് നിസ്സഹകരിച്ചുകൊണ്ട് ഞാൻ തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പാപത്തിന് അടിമയാകാം. അവിടെയാണ് എൻ്റെ പ്രവൃത്തിക്കും വിലയുള്ളത്, എൻ്റെ വ്യക്തിത്വത്തിന് തന്നെ വിലയുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടത്. ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി ഞാൻ കരുതുക. അതുകൊണ്ട് ചുരുക്കത്തിൽ മുൻവിധികൾ മാത്രമല്ല, വിധികൾ പോലും അപകടകരങ്ങളാണ്. പലപ്പോഴും എൻ്റെ വിധികൾ എത്രയോ പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു ചിന്തയാണ്, ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ വിധി പിഴവുകൾ കൊണ്ട് മുറിവേറ്റ ധാരാളം മനുഷ്യർ എൻ്റെ മുമ്പിൽ തന്നെ ജീവിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്ന വാക്കുകളിലൂടെ മുറിവേറ്റ ആളുകൾ കണ്ടെന്നിരിക്കും, എൻ്റെ പെരുമാറ്റത്തിലൂടെ മുറിവേറ്റവർ കണ്ടെന്നിരിക്കും. അങ്ങനെ മുറിവേറ്റ മനുഷ്യർ എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ അവരെ ഞാൻ മുറിവേൽപ്പിച്ചതിന് ഞാൻ ഉത്തരവാദിയാണെന്ന കാര്യം ചിലപ്പോൾ ഞാൻ മറന്നുപോകും. അതുകൊണ്ട് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ നമുക്ക് ഈ നന്മയുടെ അടയാളങ്ങളായിട്ട് മാറാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യത്തിനകത്ത് ഒത്തിരി ദൈവത്തോട് തന്നെ പരിഭവിക്കുന്ന ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് തന്നെ ദൈവത്തോട് തന്നെ പരിഭവിക്കുന്ന ഒരു ചിന്ത അവിടെ കിടപ്പുണ്ട്. ദൈവത്തെ തന്നെ പരിഭവിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു. കാരണം ഇത് വിധിയാണ്, രോഗമാണ്, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതെ, ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഇതാണ് ഈ രണ്ടാമത്തെ കത്തിനകത്ത് പറയുന്നത്. പല ആളുകളും നിരാശരാകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇതെല്ലാം ഇങ്ങനെ ദൈവം എനിക്ക് വരുത്തി വെച്ചല്ലോ, ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത. പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും ദൈവത്തെ പഴിക്കുകയും പരിതപിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം മറ്റൊന്നായിരിക്കും. ശ്രദ്ധേയമായൊരു സംഭവം മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു സൈനികനായിരുന്ന മാർട്ടിൻ വോൾ ഒരു യുദ്ധാനന്തരം സൈബീരിയയിൽ നാടുകടത്തപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു സങ്കടത്തിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന മനുഷ്യൻ തിരികെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തുന്നു, ഉക്രൈനിലേക്ക്. അവിടെ എത്തുമ്പോൾ അതിനേക്കാൾ വലിയ സങ്കടം അദ്ദേഹത്തെ എതിരേൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു.
റെഡ് ക്രോസിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ എത്തി. അവർ പറയുന്നു അവരെല്ലാം നഷ്ടപ്പെട്ടു. അയാൾ വല്ലാത്ത ദുഃഖത്തിലായി, ദൈവത്തെ പഴിച്ചു, ദൈവത്തോട് വല്ലാതെ പരിഭവിച്ചു. വിശ്വാസിയായിരുന്ന മനുഷ്യനാണ്. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. എങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയെങ്കിലും അയാൾ ദൈവത്തോട് ചേർന്ന് മുമ്പോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന വഴിയിൽ അയാൾ ഒരു ഓഫീസ് ജോലിയിൽ വെച്ച് ഒരു സ്ത്രീയായിട്ട് പരിചയപ്പെട്ടു, ഗ്രേറ്റ. അവളെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ വിവാഹിതരാകുന്നു. അപ്പോൾ അത് നല്ല വിശ്വാസമുള്ളൊരു സ്ത്രീ. പക്ഷെ അവളൊരു കാര്യം തുറന്നു പറഞ്ഞു, നമുക്ക് മക്കളുണ്ടാവില്ല. അത് അവളുടെ ഒരു പരിമിതിയായിരുന്നു. ആ മനുഷ്യന് വലിയ സങ്കടമായി. ദൈവമേ, ഇനി അതുമില്ലേ, എപ്പോഴും നീ എന്നെ പരീക്ഷിക്കുകയാണോ, എപ്പോഴും ഇതാണോ എൻ്റെ വിധി എന്ന തലത്തിലേക്ക് അയാൾ വല്ലാതെ വഴുതിപ്പോയി. അപ്പോൾ ഇവളൊരു നല്ല ആശയം പങ്കുവെച്ച്, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം, ഒരു അനാഥാലയത്തിൽ നിന്നും നിയമാനുസൃതം. അയാൾ അത് ശ്രമിച്ചില്ല. പക്ഷേ വീണ്ടും ഇവൾ ആവർത്തിച്ചു പറഞ്ഞു സ്നേഹത്തോടുകൂടി. അവസാനം അയാൾ സമ്മതം മൂളുകയാണ്. അനാഥാലയത്തിൽ എത്തിയിട്ട് ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ അതിനെ തന്നെ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടി, അവളെ തന്നെ ദത്തെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, മാർട്ടിൻ വോൾ. അപ്പോൾ ഇവർ തീരുമാനിച്ചു, ആ കുഞ്ഞിനോട് പേര് ചോദിച്ചു. അവളോട് അനുവാദം ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറയും, എൻ്റെ സഹോദരൻ കൂടിയുണ്ട്, പേര് ജേക്കബ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണെങ്കിലേ വരുവുള്ളൂ. അങ്ങനെയാണ് അമ്മ മരിക്കാൻ നേരത്ത് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പേര് പറയുമ്പോഴേക്കും ആരാണ് അമ്മ? അമ്മയുടെ പേര് പറഞ്ഞപ്പോൾ ഇതാ സ്വന്തം ഭാര്യയുടെ പേര് തന്നെ. ആങ്ങളെ കൊച്ചിൻ്റെ പേര് ജേക്കബ്. അപ്പൻ്റെ പേര് പറയുമ്പോൾ ആ കുട്ടി പറയുന്നു, എൻ്റെ അപ്പൻ മാർട്ടിൻ വോൾ. അയാളുടെ മിഴി നിറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ 2 കുട്ടികളും എൻ്റെ സ്വന്തം കുട്ടികൾ, ഇവരെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. ദൈവത്തെ പഴിച്ചുകൊണ്ട് കടന്നുപോയ മനുഷ്യനെ ദൈവം തിരിച്ച് തൻ്റെ അനുഗ്രഹം നൽകി സഹായിക്കുകയാണ്. അയാൾ ദൈവഹിതത്തോട് ചേർന്ന് ചിന്തിച്ചപ്പോൾ, ഒരു നന്മയുടെ വഴിയിലേക്ക് ചുവട് വെച്ചപ്പോൾ ദൈവം നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്ത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ മഴ അയാളുടെ മേൽ പെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നുവെന്ന കാര്യം മറക്കുന്നു. ദൈവത്തോട് സഹകരിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നുവെന്ന റോമാലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നു. ആ ഒരു ചിന്ത വളരെ പ്രചോദനാത്മകമാണ്. അതുകൊണ്ട് ദൈവം തന്ന കഴിവ്, അറിവ്, സമ്പത്ത്, ജീവിതം, സമയം, ഇതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി സന്തോഷമായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട് രൂപപ്പെടുന്നു. അവിടെ ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചറിയും. ആ ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി ക്രിയാത്മകമായിട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയണം. വിധിയെ പഴിക്കാതെ, ദൈവത്തെ പഴിക്കാതെ, എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യുന്നുവെന്നുള്ള ആ ചിന്തയോടെ നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു ജീവിതം, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ആ സുഹൃതസമ്പന്നമായ സൽകൃത്യങ്ങളാൽ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടിയിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അവിടുത്തെ കരവേലയാണ് ഞാൻ. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ഇത്തരം ഭാരങ്ങളുള്ള, സംശയങ്ങളുള്ളവർക്കൊരു ഉത്തരം നൽകാനായിട്ട് സഹായകമായി നമ്മുടെ ചിന്തകളെന്ന് കരുതുകയാണ്. നമുക്കെല്ലാവരെയും, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ജീവിതത്തിലെ സഹനങ്ങളിലും പ്രതിസന്ധികളിലും ഒരുപക്ഷെ ദൈവത്തെ പോലും പഴിച്ച്, മറ്റുള്ളവരെയും പഴിച്ച് ജീവിക്കാനിടയാകുന്ന വ്യക്തികളെയൊക്കെ ഓർക്കുന്നു. ഈ പുതിയ വെളിച്ചം അവർക്ക് ലഭിക്കട്ടെ. അങ്ങ് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അവിടുത്തെ പദ്ധതി നന്മയ്ക്കുള്ള ശുഭകരമായ ഭാവി നൽകുന്ന പദ്ധതിയാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, തിരുഹിതത്തോട് സഹകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ വർത്തിക്കുവാൻ, നന്ദിയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാവട്ടെ. അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ ദേവസ്യ പിതാവേ, മാർത്തോമാ ശ്ലീഹായെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആവശ്യമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിധിക്കല്ല, മനുഷ്യനാണ് കരുത്ത്. ദൈവഹിതം ചേർന്ന് നമുക്ക് നടക്കാം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.